മഴ പെയ്യുന്നത് നോക്കി ഇരിക്കുമ്പോഴാണ് മനസ്സിൽ ഒരു ലഡു പൊട്ടിയത്. ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ട ഗ്രീൻ പീസ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒട്ടും താമസിച്ചില്ല കേട്ടോ, ഒരു കിടില സ്നാക്സ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് അതിനായിട്ട് ഞാൻ വെള്ളം വരാൻ വേണ്ടിയിട്ട് ഒരു കോട്ടമുണ്ടിലേക്ക് ഗ്രീൻ പീസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം നന്നായിട്ട് ചോർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിങ്ങാണ്ട് ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു അടപ്പ് വെച്ചുകൊണ്ട് അടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സുന്ദരമായിട്ടുള്ള മുഖമൊക്കെ പോകട്ടോ. ഞാൻ ഇതിനൊരു പേരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്റർടൈൻമെന്റ് സ്നാക്സ് ആണ്. കാരണം ഇത് എന്റർടൈൻമെന്റ് വേളകളിലാണ് ഈ അധികം സ്നാക്സ് കഴിക്കാറുള്ളത്. നമ്മൾ ബീച്ചിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ സിനിമയൊക്കെ കാണുമ്പോഴാണ് ഈ സ്നാക്സ് അധികം കഴിക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഗ്രീൻ പീസ് ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഗ്രീൻ പീസ് ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനും മക്കളും ഹസ്ബൻഡൊക്കെ ചേർന്ന് 4 മണിക്കാണ് ഇത് കഴിക്കുന്നത്. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ പുറത്ത്.